കെമിക്കൽ പ്രഗ്നൻസീസ് ഉണ്ടാകുന്നത് തടയാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്രഗ്നൻസി എളുപ്പത്തിൽ പിടിച്ചു കിട്ടാനും ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എസ്പെഷ്യലി HCG ഇഞ്ചക്ഷൻ വെക്കുന്നവർക്കാണത് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ HCG ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അണ്ടങ്ങൾ നാച്ചുറലായിട്ടൊന്ന് വളരുന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്നൊന്ന് റപ്ചർ ആക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് വെക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് HCG ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു HCG ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ നമ്മുടെ ഓവറീസ് ഒന്ന് സ്റ്റിമുലേറ്റ് ആവുന്നതിനും അതുവഴി നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ടാശയത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള ഒരു അണ്ടം പുറത്തേക്ക് വരുന്നതിനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. HCG ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഹെവി ആയിട്ട് എന്തെങ്കിലും വീട്ടുജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഹെവി ആയിട്ടുള്ള വീട്ടുജോലികളെന്ന് പറയുന്നത് നമ്മൾ കുനിഞ്ഞു നിവർന്നും നമ്മുടെ ലോവർ അബ്ഡോമൻ ഭാഗത്ത്, അതായത് നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്ത് കുറച്ച് പ്രഷർ തരുന്ന രീതിക്കുള്ള ജോലികൾ ചെയ്യുന്നത് കഴിവതും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ അടിവയറിൽ നീര് വീഴുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാൻസസ് ഉണ്ടാക്കുന്ന ജോലികൾ ഏതൊക്കെയാണെന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കുനിഞ്ഞു നിവർന്ന് ഒരുപാട് നേരം സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞു നിവർന്നും ചെയ്യുക, അല്ലെങ്കിൽ മൂത്ത കുട്ടിയുണ്ടെങ്കിൽ അതിനെ കുനിഞ്ഞു നിവർന്നും ഒരുപാട് നേരമൊക്കെ നമ്മൾ എടുത്ത് ഒക്കത്തെ വെച്ചിട്ട് നമ്മൾ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മൾ വെയിറ്റുള്ള ഡ്രസ്സുകളോ എന്തെങ്കിലും അടങ്ങിയിട്ടുള്ള ബക്കറ്റ് നമ്മൾ പൊക്കി പിടിച്ചിട്ട് മേളിലോട്ടൊക്കെ പോവുക, ഒരുപാട് സ്റ്റെയർ കയറി ഇറങ്ങേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വരിക. ഇങ്ങനെയുള്ള ഇപ്പോൾ ബൈക്കിലൊക്കെ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ബൈക്കിൽ തന്നെ അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെയാണെങ്കിൽ നമ്മൾ സ്പീഡിൽ പോകുന്നു, ഗട്ടർ ചാടുന്നു, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇംപ്ലാന്റേഷൻ ഫെയിൽ ആക്കുന്നതിന് കാരണമാകുന്നു. എല്ലാവർക്കും അല്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഗട്ടർ ചാടിയോണ്ട് മിസ്കാരേജ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങിയോണ്ടും പ്രഗ്നൻ്റ് ആകാതെ ഒന്നും ഇരുന്നിട്ടില്ല. പക്ഷേ ഇത് പറയുന്നത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മൂലം നമ്മളിപ്പോൾ മെഡിസിൻ കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പ്രഗ്നൻ്റ് ആകുന്നവരൊക്കെ ആയിട്ടുള്ള സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത ഒന്ന് ഡബിൾ ആക്കാനായിട്ട് അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ലോവർ അബ്ഡോമൻ ഭാഗത്ത് ഒരുപാടൊന്ന് എഫേർട്ട് കൊടുക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ കൂടുതലൊന്ന് പ്രഷർ കൊടുക്കുന്ന രീതിക്കുള്ള ജോലികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക കുറച്ച് നാളത്തേക്ക് കേട്ടോ. രണ്ടാമതായിട്ട് ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടത് കുഞ്ഞിനാണ്. അതിനുശേഷം നിങ്ങൾ ഫാസ്റ്റ് ഫുഡോ ജങ്ക് ഫുഡോ ഒക്കെ കഴിക്കുന്നതെല്ലാം നിങ്ങളുടെ ശരീരത്തിനെ മാത്രമേ അഫക്റ്റ് ചെയ്യുകയുള്ളൂ. പക്ഷേ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും ഒക്കെ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എഗ്ഗിന് ക്വാളിറ്റി കുറയും. എഗ്ഗിന് ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആകുന്ന ഒരു എംബ്രിയോക്ക് ക്വാളിറ്റി കുറയും. കുഞ്ഞിന് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നതിനോ ഒക്കെ അത് കാരണമാകും. ചിലവർക്കൊക്കെ കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായിട്ട് അത് മിസ്കാരേജ് ആയി പോകുന്നതിനും ഒക്കെ കാരണമാകും. അതുപോലെ തന്നെ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത് കുഞ്ഞിനും കൂടിയല്ലേ. അപ്പോൾ കുഞ്ഞിന് നമ്മൾ കിട്ടുന്ന ന്യൂട്രിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ഇലക്കറികൾ കഴിക്കണം, പച്ചക്കറികൾ കഴിക്കണം, പാല് കുടിക്കണം, അതുപോലെ പഴങ്ങൾ കഴിക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ പഴങ്ങളും നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ മുട്ട കഴിക്കുന്നത് നല്ലതാണ്, ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്, പിസ്ത, ബദാം, വാൾനട്ട്, കാഷ്യൂ ഇതെല്ലാം നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ മീനുകൾ, നമ്മൾ വലിയ മീനിനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ അമോണിയയുടെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ മീനുകൾ നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പോൾ ചാളയൊക്കെ നമ്മൾ കഴിക്കില്ലേ, മത്തി, അതൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കുക. എല്ലാവരും ഇത് വീഡിയോയിൽ കേട്ട് ശീലിക്കുന്നവരായിരിക്കും. പക്ഷേ ഈ കേട്ട് ശീലിക്കുന്നവർ എത്രത്തോളം ഇതിന്ന് അവരുടെ ജീവിതത്തിൽ ഇത് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുകൂടി നിങ്ങളൊന്ന് വിലയിരുത്തണം കേട്ടോ. പലരും പറയാറുണ്ട്, ചേച്ചി ഇത് പറഞ്ഞതല്ലേ, പക്ഷേ ഈ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുകൂടി നിങ്ങളൊന്ന് വിലയിരുത്തണം. കാരണം വേറൊന്നുമല്ല, ഓക്സിജൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്ലഡ് സപ്ലൈ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ എഗ്ഗിൻ്റെ ഗ്രോത്തിന് ഒരുപാട് നമ്മളെ സഹായിക്കും. നമുക്ക് അറിയാത്ത ഒരുപാട് ബെനിഫിറ്റുകൾ ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ വീഡിയോസിലും ഇപ്പോൾ വേറെ ഏതെങ്കിലും സബ്ജക്റ്റുള്ള ഏതോ വീഡിയോ ആണെങ്കിലും അതിലും കൂടി സ്ട്രെസ് ഔട്ട് ചെയ്തിട്ട് ഈ വെള്ളം കുടിക്കണം, സ്ട്രെസ്സ് കുറയ്ക്കണം എന്നൊക്കെ പറയുന്നത്. ഈ സ്ട്രെസ്സ് മൂലം മിസ്കാരേജ് ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ സ്ട്രെസ്സും ടെൻഷനും ആയിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോഴേക്കും ആ സ്ട്രെസ്സ് മൂലം പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്, ഞാൻ സ്ട്രെസ് ആവുന്നതുകൊണ്ടാണോ എനിക്ക് കുഞ്ഞിനിങ്ങനെ വരുന്നത്, ഞാൻ ഒരുപാട് കരയാറുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പ്രഗ്നൻ്റ് ആകാത്തത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. നമ്മളിപ്പോൾ പീസായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കാതെ ഓവുലേഷനോ അത് കഴിഞ്ഞു, ഇംപ്ലാന്റേഷനോ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു രീതിക്ക് നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല.
അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒന്ന് കാമായിട്ട് ശരീരത്തിന് ആ സമയത്ത് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മുടെ ശരീരം അങ്ങോട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ഔട്ടായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലോ ടെൻഷനായിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാലോ നമ്മുടെ ശരീരത്തിൻ്റെ പണി ഇരട്ടിയാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാറ്. നമ്മൾ ടെൻഷൻ ആകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബോഡി ചേഞ്ചസ് ഉണ്ടാകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഷിവറിങ് വരുന്നത് പോലെ തോന്നും. നിങ്ങൾ ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിട്ട് തോന്നും. നോർമലി നമ്മുടെ അവസ്ഥ അതല്ലാത്തത് കൊണ്ടും നമ്മുടെ ശരീരം ഇരട്ടി പണിയെടുത്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ നോർമലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ വർക്കുകളെല്ലാം ലോ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏർലി സ്റ്റേജിൽ മിസ്കാരേജ് ഉണ്ടാകാനും ഇനി ഓവുലേഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടും ഒക്കെ അത് കാരണമാവും കേട്ടോ. അപ്പോൾ ടെൻഷൻ ഇല്ലാതെ സ്ട്രെസ് ഇല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ള അളവിൽ നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. മിനിമം 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നതും നമ്മുടെ കൺട്രോൾ നിർത്താൻ കഴിയുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരുപാട് പേര് ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ഫോളിക്കുലർ സ്റ്റഡിക്കൊക്കെ കൃത്യമായിട്ട് അവർ പോകാറുണ്ട്. എന്നിട്ട് ഡോക്ടർ എന്നാണോ HCG ഇഞ്ചെക്ഷൻ വെച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് ആ ഒരു ദിവസം മുതലേ അവർ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിയുള്ളൂ. ഒരുപാട് വീഡിയോസിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്ന ഒരു സ്പേം സെൽസിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒരു 5 ദിവസം വരെ നമ്മുടെ ശരീരത്തിൽ അതങ്ങോട്ട് നിൽക്കും. 5 ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ HCG ഇഞ്ചെക്ഷൻ എടുത്ത് വരുന്നു, നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു മരണം മൂലം നമുക്ക് പുറത്തേക്ക് അവിടേക്ക് പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു വൈകാരിക ഒരു ക്ഷീണമൊക്കെ വന്നിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ദിവസം നമുക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2-3 ദിവസം മുതൽ നമ്മളോട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത്. ഞാനും എൻ്റെ വീഡിയോസിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ ഒരു ദിവസത്തിന് 3 ദിവസം മുൻപെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങാനായിട്ട്. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വരെ എന്തോരം പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം, ചേച്ചി HCG ഇഞ്ചെക്ഷൻ എടുത്തിട്ട് വന്നു, ഞങ്ങൾക്ക് ആ ദിവസത്തിൽ ഒട്ടും കോണ്ടാക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല, ഇനി അടുത്ത ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളൊരു കാര്യം ഒന്ന് ചിന്തിക്കണം, നിങ്ങളുടെ ശരീരത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുന്നത് ഹോർമോണാണ്. ഈ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്ത് കയറ്റുന്നത് നമ്മുടെ ഓവറീനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അണ്ടാശയത്തിനെ നമ്മൾ ഡോക്ടേഴ്സ് ആർട്ടിഫിഷ്യലി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്, അതിനൊന്ന് ഉത്തേജിപ്പിച്ചു കൊടുക്കുകയാണ്. അത് നാച്ചുറലായിട്ട് നടക്കുന്നൊരു പ്രോസസ്സല്ല ആ ഒരു സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് ആ ഒരു ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തായാലും അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അപ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടാവുകയും ചെയ്യും, എന്നാൽ ഭാവിയിൽ ഗുണമൊന്നും കിട്ടുന്നുമില്ല. അങ്ങനെയുള്ള രീതിക്ക് നിങ്ങൾ പോയിട്ട് കാര്യമുണ്ടോ? ഒരു HCG ഇഞ്ചെക്ഷൻ നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഒന്നും അല്ലല്ലോ ഡോക്ടേഴ്സ് HCG ഇഞ്ചെക്ഷൻ വെക്കുന്നത്, നിങ്ങൾക്ക് അതിനനുസരിച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു ഇഞ്ചെക്ഷൻ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു ദിവസം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടല്ലേ ശ്രമിക്കേണ്ടത്. അപ്പോൾ എന്നാണോ നിങ്ങൾക്ക് HCG ഇഞ്ചെക്ഷൻ വെക്കുന്നത്, നിങ്ങൾ ഫോളിക്കുലർ സ്റ്റഡിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡോക്ടർ വരാനായിട്ട് പറയുന്നു, നിങ്ങൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുന്നില്ല, ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി, ഡോക്ടർ നമ്മളോട് ഇന്ന ദിവസം വരാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോളിക്കുലർ സ്റ്റഡി വെച്ചിട്ട് പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള ആ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്ത ഫോളിക്കുലർ സ്റ്റഡി വെച്ചിട്ട് നിങ്ങൾക്ക് എഗ്ഗിൻ്റെ ഗ്രോത്ത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ നിങ്ങൾ ഒന്നിടവിട്ടിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ HCG ഇഞ്ചെക്ഷൻ വെക്കുന്ന ആ ഒരു ദിവസത്തിന് മുൻപ് മുതൽ നിങ്ങൾക്ക് കോണ്ടാക്ട് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെക്സ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമൂലം പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ളൊരു സാധ്യത നിങ്ങൾക്ക് ഡബിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ആ ദിവസങ്ങൾ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാണോ നിങ്ങൾക്ക് HCG ഇഞ്ചെക്ഷൻ വെക്കാൻ തീരുമാനിച്ചത് അതിന് 3 ദിവസം മുമ്പും അതിന് 2 ദിവസവും, അത് HCG ഇഞ്ചെക്ഷൻ വെച്ചിട്ട് 2 ദിവസവും കൂടി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് പേര് ചെയ്ത് വെക്കുന്ന മിസ്റ്റേക്കാണ്. അതുകൊണ്ടാണ് നല്ലതുപോലെ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ HCG ഇഞ്ചെക്ഷൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ